ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 പബ്ലിക് എക്സാമിന് വേണ്ടി എക്കണോമിക്സ് എക്സാം മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സും ഗ്രാഫ്സും കാര്യങ്ങളൊക്കെയാണ്, പ്രോബ്ലംസും ഒക്കെ പറയുന്നുണ്ട്. അപ്പം മലയാളം ടോപ്പിക്കും ഇംഗ്ലീഷ് ടോപ്പിക്കും ഞാൻ പറയുന്നുണ്ട്. ഈ ടോപ്പിക്ക് നല്ല വൃത്തിക്ക് പഠിച്ചാൽ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്കണോമിക്സിൻ്റെ പ്രത്യേകത, ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് +2 എക്കണോമിക്സിൽ പ്രതീക്ഷിക്കേണ്ട. ഇൻഡയറക്റ്റിനെ ആയിരിക്കാം കൂടുതൽ ക്വസ്റ്റ്യൻസും. 2-3 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരും, ബാക്കിയൊക്കെ തന്നെ ഇൻഡയറക്റ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം എക്കണോമിക്സ് അങ്ങനെയാണ്, നമുക്ക് പഠിച്ചതായിരിക്കും, പക്ഷെ അത് നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ തോന്നും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. നമുക്ക് മാക്രോയുടേത് ഉടനെ തന്നെ ചെയ്യാം. അപ്പം മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. 3 മാർക്കിനും 4 മാർക്കിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. 3 മാർക്കിന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് എഴുതിയാൽ മതി. 4 മാർക്കാണെങ്കിൽ അത് വിവരിക്കണം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു ഗ്രാഫാണ് അടുത്ത പറയുന്നത്, അതാണ് ഉൽപാദന സാധ്യതാ വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇവിടെ നിങ്ങൾ എന്താണെന്ന് പഠിക്കണമെന്ന് വെച്ചാൽ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതേപോലെ തന്നെ അത് വരയ്ക്കാനും പഠിക്കണം. 3 മാർക്കിന് ചോദിക്കും, അത് വരയ്ക്കാൻ ചോദിക്കും. ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ആ ഒരു ഗ്രാഫ് നിങ്ങൾ നല്ലപോലെ വരച്ച് പഠിക്കണം. പിന്നെ ഇവിടെ വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി, അതായത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് എക്കണോമിയെക്കുറിച്ച് പറയുന്നുണ്ട്. മിക്സ്ഡ് എക്കണോമി, മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ. ഇത് 3ൻ്റെയും കാര്യങ്ങൾ നല്ല വൃത്തിക്ക് വായിച്ച് പഠിക്കണം. 3ൻ്റെ ഭാഗത്തുനിന്നും 1 വേർഡ് ആയിട്ടും അല്ലാണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അത് നോക്കണം. പിന്നെ അധികമായി ശ്രദ്ധിച്ചു പോകുന്നൊരു ഭാഗമാണ് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമറ്റീവ് എക്കണോമിക്സ്, വാസ്തവിക സാമ്പത്തിക പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. അത് പലപ്പോഴും ചോദിക്കുക 2 മാർക്കിനും 3 മാർക്കിനും, അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് 1ാമത്തെ ചാപ്റ്റർ നോക്കേണ്ടത്. ഇനി 2ാമത്തെ ചാപ്റ്റർ 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം 2 മാർക്കിൻ്റെ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, അതാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത. എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കും. ഉപയുക്തത, യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിക്കും, അത് നോക്കണം. പിന്നെ 2 തരത്തിലുള്ള യൂട്ടിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി വിശകലനവും ഓർഡിനൽ യൂട്ടിലിറ്റി വിശകലനവും, അത് 2 ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ 3 മാർക്കിന് ചോദിക്കും ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗത വക്രത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രത്തെക്കുറിച്ച് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും, അത് നോക്കണം. പിന്നെ മോണോട്ടോണിക് പ്രിഫറൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക, വല്ലപ്പോഴും ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ 3 മാർക്കിന് വേറൊരു ക്വസ്റ്റ്യനാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നിസ്സംഗത വക്രം എന്താണെന്ന് 3 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ നിസ്സംഗത വക്രത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് 3 മാർക്കിന് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് രേഖ എന്നൊക്കെ പറയുന്നത്. അവിടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1 x1 + P2 x2 = m എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കണം. പിന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണാൻ പഠിക്കണം. പിന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ ചെരിവ് കാണാൻ പഠിക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം. അത്രയും ചെയ്താൽ 8 മാർക്ക് കിട്ടും. ഇതൊക്കെ 5-6 മാർക്കിനൊക്കെ വരുന്നതാണ്, അതും ജസ്റ്റ് ഒന്ന് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം ബഡ്ജറ്റ് ലൈൻ. പിന്നെ ഇതാ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, അത് എന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം. ഒരു 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ഇടയ്ക്ക് 8 മാർക്കിനൊക്കെ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് തന്നെ പോകണം. പിന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ചോദന നിയമം, ലോ ഓഫ് ഡിമാൻഡ്, വല്ലപ്പോഴും ചോദിക്കാം. അതേപോലെ തന്നെ ഈ ചോദന വക്രം, ഡിമാൻഡ് കർവ്, പലപ്പോഴും വരയ്ക്കാനൊക്കെ ചോദിച്ച് കാണാറുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. പിന്നെ ഇതാ ഒരു സാധനത്തിൻ്റെ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഇവിടുന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇതാ നമ്മളുടെ പ്രതിസ്ഥാപന വസ്തുക്കൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, പൂരക വസ്തുക്കളെ കുറിച്ച് പറയാറുണ്ട്. അത് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് പ്രതിസ്ഥാപന വസ്തുക്കളെന്നും പൂരക വസ്തുക്കളെന്നും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും എന്തൊക്കെ 2 മാർക്കിനൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, അതൊക്കെ വെച്ച് നോക്കി പോകണം. പിന്നെ
ചോദനത്തിന് വില ഇലാസ്റ്റിസിറ്റി കുറിച്ച് പറയുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിൽ തന്നെ പെർസെൻറ്റേജ് മെത്തേഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണുന്നത് നിങ്ങൾ പഠിക്കണം. പെർസെൻറ്റേജ് മെത്തേഡ് അതായത് ശതമാന രീതിയിൽ ചോദനത്തിന് വില ഇലാസ്തികത കാണുന്നത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. പിന്നെ വല്ലപ്പോഴും ഒരു സാധനത്തിൻ്റെ വില ഇലാസ്തികത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഫോർ എ ഗുഡ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചിലവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ഹ്രസ്വ കാലയളവും ദീർഘകാലയളവിനെയും കുറിച്ച് പറയുന്നുണ്ട്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ അതെന്താണെന്ന് 2 മാർക്കിനും 4 മാർക്കിനൊക്കെ വല്ലപ്പോഴും ചോദിക്കാം. അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഇതാ TP ടോട്ടൽ പ്രൊഡക്റ്റ്, മൊത്തം ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നോക്കണം. ശരാശരി ഉൽപ്പന്നം ആവറേജ് പ്രൊഡക്റ്റ് AP യെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നോക്കണം. പിന്നെ സീമാന്ത ഉൽപ്പന്നം MB മാർജിനൽ പ്രൊഡക്റ്റ്, അതൊക്കെ കാണാൻ പഠിക്കണം. അതേപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വിഭേദക അനുപാത നിയമം, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പറോഷൻ അല്ലേ. 5 മാർക്കിന് ആ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വിഭേദക അനുപാത നിയമത്തെക്കുറിച്ച് ചോദിക്കും. അതിൻ്റെ 3 ഘട്ടങ്ങൾ എഴുതണം. അതേപോലെ തന്നെ അതെന്താണെന്ന് വിശദീകരിച്ചിട്ട് ഈ പറയുന്ന ഈ ഒരു ഗ്രാഫും കൂടി വരച്ചാൽ അതൊരു 5 മാർക്കിനുള്ളതായി. ഓക്കെ. പിന്നെ APയും MBയും തമ്മിലുള്ള ബന്ധം, അതായത് APയും MBയും എന്നുള്ള റിലേഷൻ വെച്ച് പറയുന്നുണ്ട്. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻ, ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോകണം. പിന്നെ അതേപോലെ തന്നെ ഒരു 4 മാർക്കും 5 മാർക്കിനും പലപ്പോഴും വരുന്നൊരു ഭാഗമാണ് റിട്ടേൺസ് ടു സ്കെയിൽ. തോതനുസരിച്ചുള്ള ഇവിടെ പറയുന്നത് ആ തോതിരിച്ച് 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ആ 3 ഘട്ടങ്ങൾ വിശദീകരിക്കണം. റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ ഇവിടെ കോസ്റ്റുകൾ, ചിലവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ഷോർട്ട് റൺ കോസ്റ്റുകളായിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചിലവുകളെ കുറിച്ച് പറയുന്നുണ്ട്. വിഭേദക ചിലവ്, അതായത് എന്താണ് TVC, പിന്നെന്താ മൊത്തം ചിലവിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതാ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ABC ശരാശരി വിഭേദക ചിലവ്, അതൊക്കെ കാണാൻ വേണ്ടി ചോദിക്കും. പിന്നെ ശരാശരി സ്ഥിര ചിലവ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് AFC ഒക്കെ കാണാൻ ചോദിക്കും, അതൊക്കെ നോക്കണം. പിന്നെ ശരാശരി സ്ഥിര ചിലവ് വക്രം AFC കർവ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. AFC കർവ് ശരാശരി സ്ഥിര വക്രം, അത് നോക്കി. ഇതൊക്കെയാണ് മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാനുള്ളത്. 4ാമത്തെ ചാപ്റ്റർ വെരിയറി ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ്, പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ സിദ്ധാന്തം. ഇവിടെ 2 മാർക്കും ചോദിക്കാറുണ്ട്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്താണെന്ന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ 4 മാർക്കിന് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ 4 മാർക്കും ചോദിക്കാറുണ്ട്, അത് നോക്കണം. പിന്നെ വില എന്താണെന്ന് ചോദിക്കും, അത് വരയ്ക്കാനും ചോദിക്കും. വരയ്ക്കാൻ ചോദിച്ചാൽ ഇതാണ് നമ്മൾ വരച്ച് വെക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മുടെ ശരാശരി വരുമാനം ആവറേജ് റവന്യൂ AR നോക്കണം. MR മാർജിനൽ റവന്യൂ സീമാന്ത വരുമാനം ഒക്കെ നോക്കണം. പിന്നെ അതേപോലെ തന്നെ 5 മാർക്കിന് വേറൊരു ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം പരമാവധിയാക്കൽ. അവിടെ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരും. ലാഭം പരമാവധിയാക്കാനുള്ള ഘട്ടം എഴുതണം. പിന്നെ അതിൻ്റെ ആ ഗ്രാഫും കൂടി വരച്ചാൽ അവിടെ മാർക്ക് കിട്ടും. ഓക്കെ. പിന്നെ ഇതവിടെ സാധാരണ ലാഭവും അതിസാധാരണ ലാഭവും, നോർമൽ പ്രോഫിറ്റും സൂപ്പർ നോർമൽ പ്രോഫിറ്റും പറയുന്നുണ്ട്. അത് 2 മാർക്കും ചോദിക്കും. എന്താണ് അത് 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കും. പിന്നെ ഒരു ഉൽപ്പാദക യൂണിറ്റിൻ്റെ പ്രധാന വക്രത്തിൻ്റെ നിർണ്ണായകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പ്രധാന വക്രത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ കർവ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു 2 മാർക്കിന് പ്രോബ്ലം ക്വസ്റ്റ്യനാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രധാനത്തിൻ്റെ വിലാസ്തികത. 2 മാർക്കിന് കണക്ക് ചെയ്യാൻ ചോദിക്കും, അത് നോക്കണം. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. കമ്പോള സന്തുലിതാവസ്ഥ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അവിടെ ആദ്യം പഠിക്കാനുള്ളതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതായത് സന്തുലിത വിലയും സന്തുലിത അളവും. QD സമം QS എന്ന് പറയുന്ന ആ സമവാക്യത്തിൽ നമ്മൾ കാണുന്നത് ഉണ്ട് അല്ലേ. 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ അവിടെ നിന്ന് സന്തുലിത വിലയും സന്തുലിത അളവും എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് വരാൻ ചാൻസുള്ള 2 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പ്രൈസ് സീലിംഗ്, വില പരിധി. 5 മാർക്കിന് ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം. വില പരിധി, പ്രൈസ് സീലിംഗ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫും വരയ്ക്കണം, അത് വില പരിധി എന്താണെന്നും എഴുതണം. അല്ലെങ്കിൽ 5 മാർക്കിന് തന്നെ ഫ്ലോർ പ്രൈസ്, തറവില എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ തറവില എന്താണെന്ന് എഴുതണം. അതിനുശേഷം ഈ ഒരു ഗ്രാഫും വരച്ചാൽ അതായി. ഒന്നെങ്കിൽ തറവില അല്ലെങ്കിൽ വില പരിധി. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോ സെക്ഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. മാക്രോ സെക്ഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണാം.